ദർശനയ്ക്ക് ശേഷം അനൂപാപ്പച്ചനെ സംസാരിച്ചു. ഇപ്പോൾ ഇവർ രണ്ടുപേരാലും ഇപ്പൊ ദർശനയുടെ കാര്യത്തിൽ എനിക്കറിയാം, ദർശനയുടെ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ മലയാള ഇൻഡസ്ട്രിയുടെ ആണെങ്കിലും ഈ നമ്മുടെ ഒരു സെമി പോൺ കൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും സമഗ്രമായിട്ട് അത് ഇപ്പം അതുകൊണ്ട് അത് രാജ്കുന്ദ്രയിലും മോട്ട് ബാലാജിയിലൊക്കെ എത്തുന്ന വിധത്തിൽ അതിൻ്റെ ഒരു സൗത്ത് ഏഷ്യൻ ആസ്പെക്റ്റിൽ കൂടി സംസാരിക്കാൻ ദർശനം ശ്രമിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളെന്ന് പറഞ്ഞു വെച്ചാൽ മലയാള സിനിമയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ കേരളത്തിന്റെ ഇൻഡസ്ട്രി ആയിട്ട് നമ്മളിപ്പോൾ 2021 സംസാരിക്കുമ്പോൾ ഈ ഡിജിറ്റൽ എത്തിക്സ് കോഡിന്റെയും അതോടൊപ്പം തന്നെ സിനിമാറ്റോഗ്രാഫ് ആക്ടിന്റെ ഭേദഗതിയുടെയൊക്കെ കാലത്താണ്. അപ്പൊ ഈ സിനിമയിൽ നടക്കുന്ന ഭേദഗതികൾ പോലും അതത് കാലത്തെ രാഷ്ട്രീയത്തിന്റെ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിൽ അതിൻ്റെ ഒരു ഉൾക്കനമുള്ള രീതിയിൽ അതിൻ്റെ ഉള്ളടക്കത്തെ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ നേരത്തെ ദർശന പറഞ്ഞതാണെങ്കിലും പിന്നീട് അനു പറഞ്ഞതാണെങ്കിലും നമ്മുടെയൊക്കെ സിനിമയിൽ ഈ പറഞ്ഞ 2000-ലാണ് 2001-ലും 2002-ലൊക്കെയാണ് ഇവിടെ ഒരു സോഫ്റ്റ് പോൺ എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ ഒരു 40% ഒക്കെ മലയാളത്തിൽ തന്നെ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നതല്ലേ ഷക്കീലയുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ചുകൂടി സെമി പോൺ സ്വഭാവത്തിൽ ഉള്ളടക്കമുള്ള സിനിമ വന്നതെങ്കിൽ പോലും മലയാള സിനിമയുടെ ആരംഭകാലം മുതൽ സ്ത്രീയുടെ പ്രതിനിധാനം അല്ലെങ്കിൽ സ്ത്രീ ചിത്രീകരിക്കപ്പെടുന്നത്, അത് ഏത് തരം കഥാപാത്രങ്ങളാണെങ്കിലും സ്ത്രീ ചിത്രീകരിക്കപ്പെടുന്നതിനപ്പുറം സ്ത്രീയെ ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ അത് പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ ഈ വോയറിസ്റ്റിക് പ്ലഷർ എന്നുള്ള രീതിയിൽ തന്നെ കഥാപാത്രങ്ങൾ നിർമ്മിച്ചെടുക്കപ്പെടുന്നു, അതിൽ അഭിനയിക്കാവുന്ന ആക്ടേഴ്സ്. കാരണം വെച്ചാൽ നേരത്തെ ഇവർ പറഞ്ഞ രണ്ട് സൂചനകളുണ്ട്. കാരണം വെച്ചാൽ ഷക്കീല 2000-ലും 2001-ലുമാണ് മലയാള സിനിമയിലെങ്കിൽ അതേ നിലയ്ക്ക് നമ്മളുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഈ സിനിമയിലെ നായിക സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഷക്കീലയുടെ അതേ രീതിയിലുള്ള ശാരീരിക പ്രത്യേകതകളും ഈ നേരത്തെ പറഞ്ഞ അഴകളവുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന അത്തരം കഥാപാത്രങ്ങളായിട്ട് നേരത്തെ അന്ന് മെയിൻ സ്ട്രീമിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിട്ടുണ്ടായിരുന്ന ജയഭാരതിയും ഷീലയൊക്കെ സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ പിന്നീട് ആ സിനിമകൾ മറ്റാരെങ്കിലും പറയുമ്പോൾ പോലും, ഒരു ആൺകൂട്ടത്തിന്റെ ചർച്ചയിൽ അത്തരം സിനിമകളൊക്കെ വരുമ്പോൾ പോലും ആ സിനിമയിലെ അത്തരം രംഗങ്ങൾ അല്ലെങ്കിൽ ലൈംഗികത ചിത്രീകരിച്ച അത്തരം രംഗങ്ങളാണ് പരാമർശിക്കപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ ഒരു 10 വർഷത്തിനകം നമ്മുടെ പൊതുവേദികളിൽ പോലും ഈ പറഞ്ഞ സിനിമയിലെ ബലാത്സംഗ രംഗങ്ങൾ പോലും വലിയ ആഘോഷപൂർവ്വം സംസാരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സെമിപോണിന്റെ ഭൂതകാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇത്തരം ആൺകേന്ദ്രീകൃതമായ ഒരു കാഴ്ചയുടെ ആ കാഴ്ചയെ ആഘോഷിച്ചിരുന്ന ഒരു അനവധി സിനിമകളുടെ ഒരു തുടർച്ചയായിട്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് തോന്നിയത്. അതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു 2 വർഷത്തേക്ക് 2001-ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അന്ന് 2001-ലൊക്കെ 80 മുതൽ 90 വരെ സിനിമകൾ മലയാള സിനിമയിൽ നിർമ്മിക്കപ്പെട്ടപ്പോൾ 20% കൂടുതൽ സിനിമകൾ ഒറ്റ നായികയാണെന്ന് പറഞ്ഞിട്ട് അന്ന് വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതായത് മെയിൻ സ്ട്രീം എന്ന് പറയുന്ന നമ്മുടെ മുഖ്യധാര മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2003-ലാണെന്ന് തോന്നുന്നു രാക്ഷസ് രാജാവ് എന്ന് പറഞ്ഞൊരു ഓണത്തിന് വരാനിരിക്കുന്ന അന്നത്തെ ഏറ്റവും വലിയ സംവിധായകനായിട്ടുള്ള വിനയന്റെ സിനിമ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് രാക്ഷസ രാജ്ഞി എന്ന് പറഞ്ഞിട്ട് ഷക്കീലയുടെ ഒരു പടം അനൗൺസ് ചെയ്യപ്പെടുന്നു. അത് വലിയൊരു തർക്കമായിട്ട് സംഘടനകളൊക്കെ ഇടപെടുന്ന രീതിയിലേക്ക് പോകുന്നു. ഒടുക്കം ഷക്കീല സിനിമയുടെ പേര് മാറ്റാൻ തയ്യാറാവുന്നു, വേറൊരു പേരിൽ ആ സിനിമ എത്തുന്നു. അങ്ങനെ ഈ പറയുന്ന മുഖ്യധാര സിനിമയിൽ തന്നെ ഒരു തർക്കം നിലനിൽക്കുന്ന, ഈ പറഞ്ഞ വാണിജ്യപരമായ ഒരു തർക്കം നിലനിൽക്കുന്ന രീതിയിൽ കൂടി ഇത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും സ്ത്രീ ശരീരം ഏത് നിലയ്ക്കാണ്, സ്ത്രീ ശരീരം ഈ പറഞ്ഞ ഒരു ഒളിനോട്ട തൃപ്തിയിലേക്ക്, അതായത് പിന്നീടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോൺ ഹബിലേക്കും ഇതിലൊക്കെ വരുന്ന ഷൂട്ട് ചെയ്യപ്പെട്ട് അപ്ലോഡ് ചെയ്യപ്പെടുന്ന കണ്ടന്റ് ഒക്കെ മാറുന്ന രീതിയിൽ അങ്ങനെയായിരുന്നു, അങ്ങനെ ഒബ്ജക്റ്റീവ് രീതിയിലായിരുന്നു ഈ ഇതിന്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ജസ്റ്റിന് പറഞ്ഞതിലും കൂട്ടിച്ചേർക്കാനുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചരിത്രത്തെ അപഗ്രഥിച്ചു പോകുന്ന സമയത്ത് ഈ പറഞ്ഞ മലയാള സിനിമയുടെ തുടക്കം, മലയാള സിനിമ എവിടെ നിന്ന് തുടങ്ങുന്നു അവിടെ മുതലുള്ള സ്ത്രീ പ്രതിനിധാനങ്ങളെ കൂടി കൂടുതൽ ഗൗരവമായിട്ട് ഇനി പരിഗണിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ സെമിപോൺ ഇഫക്റ്റോ ഇമ്പാക്റ്റോ എന്നൊക്കെ നമ്മൾ പറയുന്ന 2000 മുതലുള്ള അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ കാലത്ത് നിൽക്കുമ്പം അത് ഏത് തരത്തിൽ, അതായത് അതുവരെ ഇത് മലയാള സിനിമയുടെ തിയേറ്ററിൽ ഉണ്ടായതാണ്. ഇപ്പം പോൺ ഹബ് അതുപോലുള്ള ഈ പറയുന്ന പോൺ അഗ്രഗേറ്റേഴ്സ് ഒക്കെ അവരവരുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിലേക്ക് അവൈലബിൾ ആണെന്ന് സമയത്ത് നമ്മുടെ ഒരു പൊതുവിടം, തിയേറ്റർ പോലുള്ള ഒരു പൊതുവിടം, നമ്മുടെ കുടുംബം ഏറ്റവും എൻഗേജ്ഡ് ആയിരുന്ന ഒരു
എന്താ പറയുക, ഗ്ലോബലൈസേഷനൊക്കെ ശേഷമായിരിക്കാം കുടുംബത്തിൽ നിന്ന് കുറച്ചുകൂടി ആൺകൂട്ടങ്ങളൊക്കെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രിക്കപ്പെടുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിന് മുമ്പൊക്കെ 80s-ലാണെങ്കിലും 90s-ലാണെങ്കിലും കൂടുതലായിട്ടും കുടുംബങ്ങൾ ഒന്നിച്ച് പോകുന്നൊരു സ്പേസ് ആയിട്ടായിരുന്നു, മോളൊക്കെ പോലെ തന്നെയായിരുന്നു തിയേറ്റർ മാറിയിരുന്നത്. അങ്ങനെ ഒരു സ്പേസിലേക്ക് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ മൃദുരഥ ചിത്രങ്ങളുടെ നിയന്ത്രണം വരുന്നു. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അതിന് വലിയ വാണിജ്യ വിജയം ഒരു 2 വർഷം തുടർച്ചയായിട്ട് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ടെങ്കിൽ, അതുവരെ സിനിമ ഒളിച്ചും തെളിച്ചും അല്ലെങ്കിൽ ഭാഗികമായിട്ടും അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളടക്കത്തിലൊക്കെ നേരത്തെ പല സിനിമകളായിട്ട് ദർശന പരാമർശിച്ചു, അനു പരാമർശിച്ചു, ആ പറഞ്ഞ സിനിമകളുടെയൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വടക്കൻ പാട്ട് സിനിമകൾ എന്ന പേരിൽ പീരീഡ് ഡ്രാമകളായിട്ട് വരുന്ന സിനിമകളിൽ അതിൻ്റെ ഒരു അത് ഫോമുലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ടോട്ടൽ നെറേറ്റീവില് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥാഗതിയിൽ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ കൂട്ടിച്ചേർത്ത് ഒരു അർദ്ധനഗ്നതയുള്ള ഒരു കഥാപാത്രത്തെ കൂട്ടി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന് ഒരു റേപ്പോ അതിൽ നിന്ന് നായകൻ രക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു പ്ലാൻ തന്നെ. കാരണം വെച്ചാൽ നമ്മൾ പിന്നീടൊക്കെ ഈ സെമി പോൺ സിനിമകളുടെ കാര്യം വന്നപ്പോഴാണ് അത് CBFC പോലുള്ള സംവിധാനത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അതിലൊരു സ്വദേശ ലക്ഷ്യമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് റേറ്റ്സ് ബോധവൽക്കരണമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ട് പറയുന്നത്. ഇതേ തന്ത്രം ഉപയോഗിച്ച് നമ്മൾ പിന്നീട് ക്ലാസിക് എന്നും വലിയ തോതിൽ വാഴ്ത്തപ്പെട്ടിട്ടുള്ള ഈ വടക്കൻ വീര സിനിമകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ വടക്കൻ പാട്ട് സിനിമകളും അത്തരം മിത്തോളജിക്കൽ ബാക്കപ്പ് ഉള്ള സിനിമകളൊക്കെ പിന്നീട് നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് അതിൻ്റെ ആന്തരിക രാഷ്ട്രീയത്തിലേക്ക് കടന്നുപോയാൽ അറിയാം ആ സിനിമകളും ഇത്തരം കൃത്യമായിട്ടുള്ള ഒരു കമേഴ്സ്യൽ ഫോമുല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ, അതായത് ഒരു വോയറിസ്റ്റിക് പ്ലഷർ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പിന്നീടൊക്കെ ഐറ്റം ഡാൻസിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്തത് അതുപോലൊരു സ്പേസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നായകൻ ഇടപെടേണ്ട അല്ലെങ്കിൽ നായികയുടെ പ്രതിബന്ധമായി പറയുന്നത് ഒരു ബലാത്കാര രംഗത്തെ ചിത്രീകരിക്കാമെന്ന്. കാരണം ഒരു 80s-ലോ 90s-ലോ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളിലെ ഈ പറയുന്ന റേപ്പ് സീൻ ഏത് രീതിയിൽ ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ ഒരു നമ്മൾ പിന്നീടൊക്കെ ഫെമിനൈൻ നെറേറ്റീവിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു, അതിന് ഏത് രീതിയിലാണ് എന്താ പറയുക കഥാപാത്രത്തെ അഡ്രസ്സ് ചെയ്തത് എന്നൊക്കെ നോക്കുമ്പോൾ പിന്നീടുള്ള പ്രശ്നം കാരണം വെച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു മിക്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആകെ തുകയൊക്കെ പോലെയാവാം 2000-ലൊക്കെ പെട്ടെന്നൊരു 2 വർഷത്തേക്ക് ഇൻഡസ്ട്രി സമ്പൂർണ്ണ പ്രതിസന്ധി ഉണ്ടാവുകയും അല്ലെങ്കിൽ വേണ്ടത്ര ഹിറ്റുകൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള സിനിമകൾ തുടർച്ചയായി വരാതിരിക്കുകയും ഇതര ഭാഷാ സിനിമകളുടെ പേരൊക്കെ മാറ്റിയിട്ട് മലയാളത്തിൽ തുടർച്ചയായിട്ട് റിലീസ് ചെയ്യുമ്പം തിയേറ്റർ സർവൈവ് ചെയ്യണമെങ്കിൽ ഇത്തരം സിനിമകൾ വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ഊരും പേരും ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സൊക്കെ വന്നിട്ട് അത്തരം കുറേ സിനിമകൾ ഉണ്ടാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പിന്നെ ദർശനം അഡ്രസ്സ് ചെയ്തു എന്നാണ് തോന്നുന്നത്. കാരണം 2013-ൽ ഒരു ടെലിവിഷൻ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഷക്കീലിന്റെ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് ഇന്ത്യ വിഷൻ ആയിരുന്നു. ആ സമയത്ത് ഞാൻ അവരുമായിട്ടൊരു 1 മണിക്കൂറോളം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളത്തിലൊരു സിനിമ സംവിധാനം ചെയ്യാൻ വരികയായിരുന്നു. അന്ന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ എത്ര സിനിമയിൽ അഭിനയിച്ചെന്ന് എനിക്കറിയില്ല, എത്ര ആ സിനിമകളുടെ പേരറിയില്ല, പിന്നെ ഏതൊക്കെ സിനിമയാണ് അതായത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു, അത് ഏതൊക്കെ പേരിലാണ് പുറത്തിറങ്ങിയെന്നറിയില്ല. ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു ആ ഷൂട്ട് ചെയ്ത 4 or 5 സിനിമകളാണ്. അപ്പൊ അതിൽ വലിയൊരു വഞ്ചനയുടെ ഈ പറഞ്ഞ നമ്മൾ പിന്നീട് ഇപ്പം പലരും പറയാറുണ്ട് ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് കൂടി ഷക്കീലെ പരിഗണിക്കണം എന്നൊക്കെ. പക്ഷെ അവർ ഏത് രീതിയിൽ തന്നെ ഈ ഒരു മൂലധന താല്പര്യത്തിലൂന്നി എത്ര തരത്തിലാണ് വഞ്ചിക്കപ്പെട്ടത് എന്നുള്ള ചരിത്രം കൂടി ഇതിനോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അവർക്ക് പോലും അറിയില്ല. കാരണം അവർ 2013-ൽ പിന്നീട് വരാൻ ശ്രമിച്ചിരുന്നത് നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമയിലൂടെ ഒരു പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് ഫിലിം മേക്കറായിട്ട് കേരളത്തിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് മേലുണ്ടാക്കിയ ഒരു ടാബു അത് ഏതെങ്കിലും നിലക്ക് മാറ്റിയെടുക്കണം എന്നൊക്കെ ശ്രമമായിരുന്നു നടന്നത്. പക്ഷെ ആ സിനിമ ഒരു ഡ്രോപ്പ് ചെയ്യും തിരിച്ചു പോവുകയൊക്കെയാണ് അതിനുശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണെങ്കിൽ പോലും മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ചോട്ടാ മുംബൈയിലാണെങ്കിലും പിന്നീട് തേജാബായി അങ്ങനെ 3 or 4 സിനിമയിൽ പിന്നീട് ഷക്കീല അഭിനയിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഷക്കീല എന്ന് പറഞ്ഞ അന്നത്തെ, അതായത് അന്ന് ഒളിച്ചോ അല്ലെങ്കിൽ യൂണിഫോം മാറ്റിയൊക്കെ അല്ലെങ്കിൽ പിന്നെ മുഖം കാണിക്കാതെയൊക്കെ ഈ പറഞ്ഞ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടവർക്ക് വേറൊരുതരം ഫണ്ണ്, തിയേറ്ററിൽ ഈ ഇരുട്ടിൽ വീണ്ടും ചിരി, അതേ അന്നുണ്ടായ ഒരു ഓവറിസ്റ്റിക് പ്ലഷർ പോലെ മറ്റൊരു തരത്തിൽ ഈ ഓവറിസ്റ്റിക് പ്ലഷർ സൃഷ്ടിക്കാൻ തന്നെയാണ് അവർ രണ്ടാമതും കൊണ്ടുവന്നതെന്ന് തോന്നിയത്. ആ ചിരി തന്നെയായിരുന്നു വേറെ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടതെന്ന് തോന്നിയിട്ടുണ്ട്. അതാണ് ഇതിനെ കണക്ട് ചെയ്ത് പറഞ്ഞത്. പിന്നെ അതിനെ കുറച്ചുകൂടി സമകാലീനമാക്കി സംസാരിക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നു എന്നുള്ളത്. കാരണം വളരെ പ്രധാനമാണ്. നമ്മുടെ OTT പ്ലാറ്റ്ഫോം അടക്കം ഈ ഓൾട്ട് ബാലാജിക്കൊക്കെ ഇത് നേരത്തെ ഒരു ഇത് വരുന്നത്
ഇത് പോൺ കണ്ടന്റ് അല്ല, ഞങ്ങൾ ഇറോട്ടിക് ത്രില്ലേഴ്സാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമുക്ക് നോക്കിയറിയാം, ഇപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെയോ ആമസോണിൻ്റെയോ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ഒരു ഗൈഡ് ലൈൻസും കോഡും ഉണ്ട് ഓരോ സിനിമ ഉണ്ടാക്കുന്നതിന്. അവർ ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ മാസം അവരൊരു പുതിയ ആളെ എടുക്കാൻ പോലും അവരുണ്ടാക്കിയ ഒരു ഗൈഡ് ലൈൻ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ LGBTIQ ആളുകളോടുള്ള നിങ്ങളുടെ നിലപാട്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യത്തിലും ഒരു ജെൻഡർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് അവരൊരാൾ ഒരു റിക്വയർമെന്റ്സ് പോലും ഫില്ല് ചെയ്യുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ ഒരു കാലത്ത് ഇവിടെ ഈ CBFC ഒക്കെ പറ്റിച്ച് ഈ പറഞ്ഞ സെമി പോൺ സിനിമകൾ ഒരു എന്താ പറയുക, ഒരു അതിന് കൃത്യമായിട്ടൊരു സന്ദേശബന്ധിതമായിട്ടുള്ള സിനിമയാണ്, അല്ലെങ്കിൽ വേറെ ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുകയും അതത് കാലത്ത് ആ നിലയ്ക്ക് നമ്മുടെ മീഡിയയെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന സിനിമ വേറെ രൂപത്തിൽ ഇപ്പം OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ഗൗരവമായിട്ടുള്ള ചർച്ച കൂടി ഉണ്ടാവേണ്ടതാണെന്ന് തോന്നുന്നു.